കാത്തിരുന്ന എന്റെ കംബാക്ക് മൊമെന്റ്. ഇത് കലക്കും. പക്ഷെ വെടിച്ചിന്റെ പേര് മാത്രം പോരാ, കേസ് ഉണ്ടാക്കണം. അതെ, ഇത് ഞാൻ കലക്കും. നിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള സഹായിയായി പ്രവർത്തിക്കാൻ ഒരാളെ കൂടി ഞാൻ തരുന്നുണ്ട്. ഇവൻ നിന്നെ പ്രശസ്തനാക്കും. എന്റെ മനസ്സിൽ തോന്നിയൊരു കവിതയാണിത്. ഭാഗ്യത്തിന് എനിക്ക് ടിഷ്യൂ പേപ്പർ കിട്ടി, ഞാൻ അതിൽ കുറിച്ചു വെച്ചു. ചിലർക്ക് മകനാ, ചിലർക്ക് നന്മനാ. ഇടഞ്ഞ കൊമ്പനാ, നമുക്ക് അണ്ണനാ. നിർത്ത് മോനെ മഹാരാജ. ഇത് നീ വല്ല സർക്കസ് കമ്പനിക്കാർക്കും കൊടുക്കും. ആന സൈക്കിൾ ഔട്ടുമ്പോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് ഉപയോഗിക്കാം. എന്നാ പിന്നെ നീ ഇത് പിടി മോനെ. ഹൈപ്പ് കേറി കേറി എങ്ങോട്ടേത് കൊള്ളല്ലേ? തരക്കേടില്ല. സമ്പൂർണ്ണ വിജയം പ്രതീക്ഷിക്കുന്ന സ്കൂളേത്. നീ ഒറ്റ ഒരുത്തന അതിന് ഭീഷണി. കാലിൽ പതിക്കും മണ്ണിൻ തരിയും സ്ലോ മോഷൻ പോൽ തെറിക്കണടാ. ഈ വിമർശനം വന്നപ്പോൾ സദസ്സൊന്നും മുറിവുറുത്തു. പക്ഷെ ഞാൻ പറഞ്ഞു അത് കവിയുടെ സ്വാതന്ത്ര്യമാണ്, അതിൽ കൈയെടുത്തിരുന്നത്. അപ്പൊ കൈയടിച്ചു. പിന്നെ കവിതയുടെ മട്ടുമാറി. ഇത് പോക്കിരിയല്ലേ? ശരിയാണല്ലോ, ഒരു പോക്കിരിയാണല്ലോ. ഇത് പഴയ സിനിമയിലെ പാട്ടാണ്. ഇത്ര പെട്ടെന്ന് സിനിമയിലും വന്ന് ഞാൻ അറിഞ്ഞില്ല. എന്തുന്നാണ് ഇത്? ഒരു ഓളമായിക്കോട്ടെ എന്ന് കരുതി. ഇത് കണ്ട എന്റെ തലയ്ക്കാണ് ഓളെന്നാണ് അവള് വിചാരിക്കുക. കഥ മാറട്ടെ, കളം നിറയട്ടെ. ദൈവം ഇതൊന്നും മിണ്ടാതിരിക്കാമോ? ഇക്കൊക്കെ ഓക്കാനും വരിക. അത് വയറ്റിൽ പിടിക്കാതെ നിന്നിട്ടാ അല്ല, കേട്ടിട്ടാ ആണോ? നിനക്കെൻ കാവൽ ഉയർത്തോഴൻ ഞാൻ. കഴിവില്ലെങ്കിൽ കളഞ്ഞിട്ട് പോണമേ. വിട്ടുകളിയാണ് നിന്നെ. പിന്നെ ഇന്ന് ഞാൻ താൻ എനിക്കിട്ട് മനഃപൂർവ്വം ചെയ്തല്ലോടോ. ഗോഡ് പ്രോമിസ് അല്ല. അങ്ങനെ ഈ റോളും നഷ്ടമായി.